തവ പാദേകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മന സ്മരേദാസുപദേർഗുണാംസ്തേ ഗൃണീതവാഗ് കർമ്മകരോതുകായ നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസത്വാ വിരഹൈകാംക്ഷേയം അജാതപക്ഷാ ഇവ മാതരം ഖഗാൻ സ്തന്യൈ യഥാ വത്സതരാക്ഷുധാർത്താ പ്രിയം പ്രിയേവ യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം മമോത്തമശ്ലോകജലേഷു സഖ്യം സംസാരചക്രേ ഭ്രമത സ്വകർമ്മഭി തന്മായയാത്മാത്മജ ദാരഗേഹേഷ്വാസക്തചിത്തസ്യ നനാഥ ഭൂയാൽ ത്വന്മായയാത്മാത്മജ ദാരഗേഹേഷ്വാസക്തചിത്തസ്യ നനാഥ ഭൂയാൽ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എങ്ങനെയാണ് ഭക്തിയുണ്ടാവുക എന്ന് ചോദിച്ചാൽ ഭാഗവതം അതിന് അനേകം കഥകളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഭക്തശിരോമണിയായ ഒരു അസുരൻ്റെ കഥയാണ് ഭാഗവതത്തിൽ 6-ാമത്തെ സ്കന്ധത്തിൽ നാം പിന്നീട് പാരായണം ചെയ്തത്. അസുരന്മാർക്ക് ഭക്തി ഉണ്ടാവോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം. ഭക്തിശാസ്ത്രങ്ങളിൽ പറയുന്നത് ഉണ്ടാവാം എന്നാണ്. അസുരന്മാരിലും ദേവന്മാരിലും യക്ഷന്മാരിലും ഗന്ധർവന്മാരിലും സാധാരണ മനുഷ്യരിലും അതുപോലെ തിര്യക്കുകളിലും ഏത് തരത്തിൽപ്പെട്ടവരിലും എന്തുണ്ടാവാം, ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവാം എന്നാണ് ഭക്തിശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അപ്പം എന്താണ് ഭക്തി എന്നറിയണമെങ്കിൽ ശ്രീമദ് ഭാഗവതം കുറേ തവണ വായിച്ചാൽ അതിൽ അനേകം ഭക്തന്മാരുടെ കഥകളുണ്ട്. ആ കഥകളൊക്കെ നമ്മൾ പലതവണ കേൾക്കണം. ചിലർ പറയും കഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല ശരിയായ സമീപനം. ഭാഗവതം പോലുള്ള പുരാണങ്ങളിൽ ഈ കഥകളൊക്കെ വളരെ വിസ്തരിച്ച് എഴുതിയത് ആ കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഥയുടെ പ്രാധാന്യം ഒരിക്കലും കുറയരുത്, കുറയുന്നില്ല എന്നർത്ഥം. ഇതൊരു ചിലർ പറയും തത്വങ്ങളാണ് പറയേണ്ടത്, കഥകളല്ല, കഥയിൽ കുടുങ്ങിപ്പോകരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിലുണ്ടായത്. പക്ഷേ അതല്ല ഒരു പുരാണത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. പുരാണത്തിന് പുരാണത്തിൻ്റേതായ ഒരു സമീപനമുണ്ട്. അപ്പോൾ ആ പുരാണത്തിൻ്റെ ഭാഷയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുരാണങ്ങളിൽ വർണ്ണിച്ച, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ച കഥകളെല്ലാം ഗംഭീരമായ കഥകളാണ്, ഉദാത്തങ്ങളായ കഥകളാണ്, എത്രയോ സുരമ്യമായ കഥകളാണ്. ആ കഥകളെല്ലാം തന്നെ വളരെ ഭംഗിയായി അസ്സലായി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കഥകളൊക്കെ നല്ലതുപോലെ അറിഞ്ഞ് അത് പറഞ്ഞ് അത് കേൾക്കുമ്പോഴാണ് എന്താണ് ഭക്തി എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. തത്വം വാസ്തവത്തിൽ പറയേണ്ട കാര്യമില്ല, അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്താ കാരണം? അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സ്വയമേവ ഉണ്ടായി വരുന്ന ഒരാശയമാണ് തത്വം എന്ന് പറയുന്നത്. തത്വം പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഭഗവാന്റെ കഥകൾ കേട്ട്, ഭക്തന്മാരുടെ കഥകൾ കേട്ടാൽ എന്താണ് തത്വമെന്ന് ആ കേൾക്കുന്നവർക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ച് അവരോട് തത്വം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ സ്വയം കേൾവിക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംഗതിയാണത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു കഥ പറയുന്നു. ആ കഥ വൃത്രാസുരൻ്റെ കഥയാണ്. ആ വൃത്രാസുരൻ എന്തൊരു ഭക്തിയായിരുന്നു. യുദ്ധം ചെയ്യുന്ന വൃത്രാസുരൻ്റെ കഥയാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. യുദ്ധരംഗത്ത് പോലും അദ്ദേഹത്തിന്
നല്ല ഭക്തിയായിരുന്നു അത്ര. നാമം ജപിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുമോ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. വൃത്രാസുരൻ പറയുന്നു അങ്ങനെയും ആവാം. ദേവേന്ദ്രനും വൃത്രാസുരനും തമ്മിൽ ഒരു പുരിഞ്ഞ യുദ്ധം നടന്നു എന്നാണ് 6-ാം സ്കന്ധത്തിൽ പറയുന്ന കഥ. അങ്ങനെ ആ ദേവാസുര യുദ്ധത്തിലെ 2 നായകന്മാരായിരുന്നു വൃത്രാസുരനും ദേവേന്ദ്രനും. അപ്പോൾ വൃത്രാസുരൻ്റെ പിന്നിൽ ധാരാളം അസുരന്മാർ അണിനിരന്നു, ദേവേന്ദ്രൻ്റെ പിന്നിലും അതുപോലെ തന്നെ. എന്നിട്ടാണ് ദേവസൈന്യവും അസുര സൈന്യവും തമ്മിൽ ധാരാളം യുദ്ധമുണ്ടായി എന്ന് പറയാൻ. പുരാണങ്ങളിലൊക്കെ ഇതിഹാസങ്ങളിലൊക്കെ ഇങ്ങനെ ധാരാളം യുദ്ധവർണ്ണനകൾ കാണാം. അങ്ങനെ എന്തേ ഇവർ തമ്മിൽ യുദ്ധമുണ്ടാവാൻ കാരണം? ആ കാരണമാണ് അതിനു മുമ്പ് പറയണം. ആ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും യുദ്ധം പോലും വൃത്രാസുരൻ എന്തായിരുന്നു? ഒരു പൂജയായിരുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു തരം കർമ്മമാണ്. ഏത് യുദ്ധവും ഒരു പൂജയാക്കി മാറ്റിയ മഹാനുഭാവനായിരുന്നു വൃത്രാസുരൻ എന്ന് ഭാഗവതത്തിലെ എല്ലാ ശ്ലോകങ്ങളും, വൃത്രാസുര കഥയിലെ മുഴുവൻ ശ്ലോകങ്ങളും ഓരോന്നോരോന്നായിട്ട് വായിച്ചാൽ നമുക്കതാണ് മനസ്സിലാക്കാനും കഴിയും. നമ്മൾ നാളൊരു ഭരതൻ്റെ കഥ കേട്ടില്ലേ കഴിഞ്ഞൊരു ദിവസം ഭാഗവതത്തിൽ? താൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഒരു പൂജയാണ്. ദാസോഹം ദാസോഹം, ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഭരതൻ ജീവിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ആ രീതിയിലല്ലെങ്കിലും മറ്റൊരു ഭാവത്തിൽ വൃത്രാസുരനും ഭഗവാനോട് പറയുന്നത് എന്താണ്? ഞാൻ ദാസനാണ്, അല്ലെ? ദാസോഹം എന്ന 3 അക്ഷരങ്ങളാണ് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 അക്ഷരങ്ങൾ. ദാസോഹം മറന്നുപോകരുതേ. ദാസോഹം 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 ദാസോഹം, അത് 2 പദമാണ്. ദാസഹ കൂട്ടണം അഹം, അല്ലേ? ദാസ, ഇപ്പം ഞങ്ങളൊന്നും ഹ എന്ന് വായിക്കാറില്ല. ഇപ്പം ദാസ കൂട്ടണം അഹം, അത് 2 കൂടി ചേർന്നാൽ എന്താവും? ദാസോഹം എന്നാവും. എന്താ അതിൻ്റെ അർത്ഥം? അഹം ദാസ, ഞാൻ ദാസനാണ്. ആരുടെ ദാസനാണ്? ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നാണ് ഭക്തൻ എപ്പോഴും വിചാരിക്കുക. അപ്പോൾ ഭഗവാൻ ആരായിരിക്കും? ഞാൻ ദാസനാണെങ്കിൽ ഭഗവാൻ ദാസനും, അടുത്ത പദം എന്താ? യജമാനനാണ്, അല്ലേ? ദാസനുണ്ടെങ്കിൽ ഒരു യജമാനനുണ്ടാവും, യജമാനനുണ്ടെങ്കിൽ ഒരു ദാസനുണ്ടാവും. അപ്പോൾ ഭക്തൻ ഭഗവാനെ ആരായിട്ട് കാണുന്നു? യജമാനനായിട്ട് കാണുന്നു. ഭക്തൻ തന്നെ എന്തായിട്ട് കാണുന്നു? ഭഗവാനാകുന്ന യജമാനൻ്റെ വെറുമൊരു ദാസനാണ് ഞാൻ. ഭഗവാൻ എന്താണോ തരുന്നത് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് യാതൊരു പരാതിയുമില്ലാതെ ജീവിതം പൂർണ്ണമായി ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് അവനവൻ്റെ സ്വധർമ്മം എന്താണോ അത് സ്വധർമാചരണം ശക്രിയ വിധർമാച്ച നിവർത്തനം. കപിലോപദേശത്തിൽ ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. ശക്തിക്കൊത്ത് അവനവൻ്റെ സ്വധർമ്മം ചെയ്യുക, വിധർമ്മത്തിൽ നിന്ന് കഴിയുന്നതും ഒഴിവായി നിൽക്കുക. അങ്ങനെ ജീവിച്ച ഒരു മഹാനുഭാവനായിരുന്നു ഈ വൃത്രാസുരൻ. അപ്പോൾ വൃത്രാസുരൻ അതുകൊണ്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്ത്? മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദ സ്വകർമ്മഭി ത്വന്മായയാത്മാൽമജദാരഗേഷ്വാസക്തചിത്തസ്യ നനാഥ ഭൂയാൽ. എവിടെയാണ് ഈ ശ്ലോകം എന്ന് ശ്രോതാക്കളോട് പറഞ്ഞതെന്നില്ല അല്ലേ? അത് ഞാൻ വിട്ടുപോയതല്ല. ആർക്കെങ്കിലും അറിയോ എവിടെയാണ് ഈ ശ്ലോകം എന്ന്? അറിയില്ല. അത്രയും പരിചയം ഉണ്ടെങ്കിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സംഖ്യ പറഞ്ഞു തരാം. 6, അത് കഴിഞ്ഞ് 11, അത് കഴിഞ്ഞ് 24 എടുത്തോളൂ. 6, ഇനി സംഖ്യ പറഞ്ഞാൽ പറ്റില്ല. 6, പിന്നെ എന്താ പറഞ്ഞത്? 11, പിന്നെ 24. 6, 11, 24. ഇത് ഡേറ്റൊന്നുമല്ല കേട്ടോ, ഡേറ്റൊന്നുമല്ല. ഇത് ഭാഗവതത്തിലെ ഏത് ശ്ലോകവും കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണെന്ന് പലതവണ ഈ സപ്താഹത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സംഖ്യ 6 എന്ന് പറയുമ്പോൾ 6-ാമത്തെ സ്കന്ധം നോക്കുക. പിന്നെ നമ്മൾ 11 എന്ന് പറയുമ്പോൾ 11-ാമത്തെ അധ്യായം എടുക്കുക, അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ 24 എന്ന് പറയുമ്പോൾ അതിന് 24-ാമത്തെ ശ്ലോകം എടുക്കുക. ആ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് വായിക്കാമല്ലോ, അല്ലേ? ഞാനും വായിക്കാം, എൻ്റെ കൂടെ അങ്ങ് വായിച്ചാൽ മതി. അഹം ഹരേ എന്നാണോ തുടങ്ങുന്നത്? ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചൊരു ശരിയാണ്. ഭാഗവതത്തിൽ അഹം ഹരേ എന്ന് തുടങ്ങുന്ന ഒരൊറ്റ ശ്ലോകമായിരുന്നു, വേറെ ശ്ലോകമൊന്നുമില്ല. അഹം ഹരേ എന്ന് തുടങ്ങുന്ന ഒരൊറ്റ ശ്ലോകയെ ഭാഗവതത്തിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. അഹം ഹരേ തവ
പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേദാസുപതേർ ഗുണാംസ്തേ ഗൃണീതവാ കർമ്മകരോതുകായ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നർത്ഥം. ഹരേ അല്ലേ, വിളിക്കുകയാണ്, ഭഗവാനെ വിളിക്കുകയാണ്. തവ അങ്ങയുടെ പാദൈകമൂലദാസാനുദാസ. ഞാൻ നേരത്തെ ദാസോഹം എന്നല്ലേ പറഞ്ഞത്, അത് ഞാൻ ഇവിടെയും പറഞ്ഞത്. പാദൈകമൂലദാസാനുദാസ. വൃത്രാസുരൻ എനിക്ക് ദാസനാവണം എന്നല്ല പ്രാർത്ഥിക്കുന്നത്, ദാസാനുദാസനാവണം. ദാസാനുദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാസാനുദാസൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ശ്രീകൃഷ്ണ ഭഗവാന് ഒരു ഭക്തനുണ്ട് എന്ന് വിചാരിക്കാം. ആ ഭക്തൻ എന്താ വിചാരിക്കുക? ദാസോഹം എന്നല്ലേ വിചാരിക്കുക. ഞാൻ ഭഗവാന്റെ ദാസനാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാസനാണ്. വേറൊരാൾ വന്നു, അദ്ദേഹം വിചാരിച്ചു എനിക്ക് ഏതായാലും നേരിട്ട് ഭഗവാനെ അടുത്തേക്ക് ഒന്ന് പോകാൻ വയ്യ, പക്ഷേ ഭഗവാനെ സേവിക്കുന്ന ഒരാളുണ്ട്, ദാസനാണ്, അപ്പം ഞാൻ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. എനിക്ക് വേറൊന്നും ഭഗവാനെ പറ്റി എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഭഗവാന്റെ ദാസന് വേണ്ടി, ആ ഭക്തന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് മൂന്നാമതൊരാൾ വിചാരിച്ചാൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം? ദാസാനുദാസൻ എന്ന് പറയും. മനസ്സിലായി? അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ഭഗവാന്റെ ഒരു ദാസനുണ്ട്. ഈ ദാസനെ യജമാനനായിട്ട് കാണുന്ന മൂന്നാമത്തെ ഒരു ദാസനുണ്ട്. ഈ മൂന്നാമത്തെ ആളും ദാസനാണ്. ആരുടെ? ഭഗവാന്റെ അല്ല, ഈ ഇടയിൽ നിൽക്കുന്ന ദാസൻ്റെ ദാസനാണ്. അപ്പം അദ്ദേഹത്തെ എന്ത് പറയും? ദാസാനുദാസഃ എന്ന് പറയും അല്ലേ? അർത്ഥം മനസ്സിലായി? അപ്പോൾ അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസഃ. എന്താ അർത്ഥം? പാദൈകമൂലദാസഃ പറഞ്ഞാൽ ഭഗവാന്റെ പാദത്തെ മാത്രം ശരണം പ്രാപിച്ചു ജീവിക്കുന്ന ഒരു ദാസനാണ് ഞാൻ. അപ്പോൾ നല്ല ഭക്തി ഉണ്ടാവും. അങ്ങനെയുള്ള ഭക്തൻ്റെ ഒരു ഭക്തനായാൽ മതി എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? വൃത്രാസുരൻ്റെ പ്രാർത്ഥന എത്ര മനോഹര അല്ലേ? എനിക്ക് നേരിട്ട് ഭഗവാന്റെ ദാസനൊന്നും ആവണ്ട, എനിക്ക് ഭഗവാന്റെ ദാസൻ്റെ ദാസനായിട്ട് മാറിയാലും ഭവിത, ഭവിത എന്നുള്ളത് എനിക്ക് ആയിത്തീരാൻ കഴിയണം. ഭൂയഹ, വീണ്ടും 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 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇനി ഇങ്ങനെ ഇപ്പം എനിക്കൊരു അസുരൻ്റെ ജന്മം കിട്ടി, ഇനി എത്ര ജന്മമുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടാകുന്ന എല്ലാ ജന്മങ്ങളിലും, ഭൂയഹ പറഞ്ഞാൽ ഇനി ഉണ്ടാവാൻ പോകുന്ന എല്ലാ ജന്മങ്ങളിലും ഭഗവാനെ എനിക്ക് ഭഗവാന്റെ ദാസൻ്റെ ദാസനായി തീരാൻ സാധിക്കണം എന്ന് വൃത്രാസുരൻ പ്രാർത്ഥിക്കുകയാണ്. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസുപതേർഗുണാംസ്തേ. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് സ്മരിക്കാൻ കഴിയണം. അസുപതേഹേ ഗുണാൻ. അസുപതി പറഞ്ഞാൽ ആരാ? അസു പറഞ്ഞാൽ പ്രാണൻ, അസുപതി പറഞ്ഞാൽ പ്രാണൻ്റെ പതി. പ്രാണൻ്റെ പതി ആരാ? ഭഗവാനാണ്. അസുപതി പറഞ്ഞാൽ ഭഗവാനാണ്. മനസ്മരേത അസുപതേഹേ. പ്രാണൻ്റെ പതിയായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് എൻ്റെ മനസ്സിന് സ്മരിക്കാൻ കഴിയണം. അപ്പം മനസ്മരേതാസുപതേഹേ ഗുണാംസ്തേ. ഗൃണീത വാക്ക്. എൻ്റെ വാക്കുകളൊക്കെ എന്തായിരിക്കണം? ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പറയുന്ന വാക്കുകൾ മുഴുവനും ഭഗവാന്റെ ഗുണങ്ങളെ പറ്റിയുള്ളതായിരിക്കണം, വേറൊന്നും പറയില്ല. ഭക്തൻ സംസാരിക്കുമ്പോൾ ഭഗവാന്റെ മഹിമകളെ പറ്റിയല്ലാതെ ഭക്തൻ വേറെ ഒന്നും പറയില്ല. അതാണ് ശരിയായ ഭക്തൻ്റെ ലക്ഷണം. അപ്പം മനസ്മരേതാസുപതേഹേ ഗുണാംസ്തേ ഗൃണീത വാക് കർമ്മകരോതു കായ. കായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരം അല്ലേ? അപ്പം ശരീരം എങ്ങനെയാവണം? കർമ്മകരോതു, കർമ്മം ചെയ്യട്ടെ. ആരുടെ കർമ്മം? ഭഗവാന് വേണ്ടി ആവശ്യമുള്ള, ഒരു ക്ഷേത്രത്തിൽ ആവശ്യമുള്ള കർമ്മങ്ങൾ. ഒരു ക്ഷേത്രത്തിൽ ഭഗവാനുണ്ട്, അപ്പോൾ ആ ക്ഷേത്രത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഭക്തൻ എന്ത് ചെയ്യും അല്ലേ? അടിച്ചു വാരാനുണ്ട്. അപ്പോൾ ഭക്തൻ അമ്പലത്തിൽ വരും. ഭക്തൻ അമ്പലത്തിൽ നിന്ന് ശമ്പളം വേണ്ട, പണം തരണ്ട, ആരും ബഹുമാനിക്കേണ്ട, തന്നെ കണ്ടാൽ ആരും ബഹുമാനിക്കൊന്നും വേണ്ട. ഭക്തൻ രാവിലെ കുളിച്ച് അമ്പലത്തിൽ വരണു, നിശബ്ദമായിട്ട് അമ്പലത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും? ദീപാരാധനയുടെ വലിയ തട്ട് കണ്ടു, ആ കോണിയുടെ മുകളിൽ കണ്ടു. രണ്ട് ഭാഗത്തും കോണി കണ്ടിട്ടില്ലേ ദീപാരാധന തട്ടിൻ്റെ മുകളിൽ? അപ്പോൾ ആ ഭക്തൻ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറും, കയ്യിൽ നല്ല തുണിയൊക്കെ കൊടുക്കും,
എന്നിട്ട് അത് മുഴുവൻ നന്നായിട്ട് തുടച്ച് മുഴുവൻ അങ്ങോട്ട് വൃത്തിയാക്കും. കാരണം ഇന്നലെ വൈകുന്നേരം ചുറ്റുവിളക്കൊക്കെ കഴിഞ്ഞപ്പോൾ ദീപാരാധന തൊട്ടൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുക. ഭഗവാന്റേതല്ലേ, അതിങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കാൻ പാടും. അപ്പോൾ അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കുറേ പഴയ തുണികളൊക്കെ കൊണ്ടുവന്ന് അത് അസ്സലായിട്ട് തുടച്ചങ്ങോട്ട് വൃത്തിയാക്കി. 4-5 മണിക്കൂർ സമയമെടുത്തു. അദ്ദേഹത്തിന് പൈസ വേണ്ട, ആരും ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടേണ്ട, ഒന്നും ആവശ്യമില്ല. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ഭഗവാന് സേവ ചെയ്യുകയാണ്. അദ്ദേഹം ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് ആരും കണ്ടില്ലെങ്കിലും വിരോധമില്ല. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ തിരക്കായിരുന്നു, ഊണ് കിട്ടിയില്ല, അദ്ദേഹത്തിന് യാതൊരു പരാതിയില്ല. അദ്ദേഹം ആ ദീപസ്തംഭം മുഴുവനും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നോക്കും, ഇന്ന് അവിടെ അടിച്ചു വാരാം, അവിടെ കുറേ എന്തൊക്കെയോ കാണാനുണ്ട്. അദ്ദേഹം ഒരു ചൂലെടുത്ത് അവിടെയോ അടിച്ചു വാരി വൃത്തിയാക്കി. ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ സേവ ചെയ്യുന്ന നിരവധി ആൾക്കാരെവിടെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞൊരു സപ്താഹത്തിന് പോയപ്പോൾ ഞാൻ നേരിട്ട് അങ്ങനെയുള്ളൊരു മഹാനെ കണ്ടു. അദ്ദേഹം അമ്പലത്തിൽ കഴിഞ്ഞൊരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവിടെ സപ്താഹം നടക്കുമ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും അമ്പലത്തിൽ വരും. എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ ദീപാരാധനയുടെ ആ വലിയ തട്ടൊക്കെ, അതുപോലെ ദീപസ്തംഭത്തിൻ്റെ തട്ടുകളെല്ലാം അമ്പലത്തിൽ എന്താണോ കാണുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിവയ്ക്കും. മേശ വയ്ക്കേണ്ട സ്ഥലത്ത് മേശ വയ്ക്കും. പലപ്പോഴും അമ്പലത്തിൽ ഓരോരോ സ്ഥാനം തെറ്റിയിട്ടാവുമല്ലോ വസ്തുക്കളുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ കണ്ടു. വേണേ അദ്ദേഹത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നു അല്ലേ? അദ്ദേഹത്തെ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് എപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ പേരെ എൻ്റെ യാത്രകളിൽ ഞാൻ കാണാറുണ്ട്. അവരമ്പലത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് എന്തില്ല, ഒരു പരിഭവവുമില്ലാതെ ജീവിക്കുന്ന എത്ര ഭക്തന്മാരുണ്ട് എന്നറിയോ? അവരെയാണ് എന്ത് പറയണത്? കർമ്മകരോതു കായഹ. കായഹ പറഞ്ഞാൽ ശരീരം. നമ്മളുടെ ശരീരം കൊണ്ട് അത്തരം ഭക്തന്മാരെന്ത് ചെയ്യുന്നു? കർമ്മ എന്ന് പറഞ്ഞാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ എനിക്ക് സാധിക്കണേ എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? വൃത്രാസുരൻ പ്രാർത്ഥിച്ചത്. അടുത്ത ശ്ലോകം നോക്കൂ. നാഗപൃഷ്ടം ന ജപാരമേഷ്ട്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യ കാക്ഷേ. കാക്ഷേ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ന കാക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ശ്ലോകത്തിൽ പറയുന്ന യാതൊന്നും എനിക്ക് വേണ്ട എന്നാണ് ആര് പറയണത്? എന്തൊരു വ്യത്യാസമല്ലേ ഭക്തനും നമ്മളും തമ്മിൽ. അങ്ങനെ പറയണം. എന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? നമ്മളൊന്നും ഭക്തന്മാരല്ലാത്തത് കൊണ്ട്. എന്താ തിരുമേനി അങ്ങനെയാണ്? ഭക്തന്മാർ നമ്മളൊന്നും ഇപ്പോൾ ഭക്തന്മാർ എന്ന് പറയാൻ വയ്യ. ഞങ്ങൾ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ, പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടല്ലോ, ഭാഗവതം കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞങ്ങളിതാ എന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നുണ്ട്, പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരുമേനി മൈക്കിൽ കൂടെ ഞങ്ങളൊന്നും ഭക്തന്മാരല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമാവില്ലേ? എന്ത് വിഷമാവാനല്ലേ? സത്യമല്ലേ വിളിച്ച് പറയണത്? സത്യം കേട്ടാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചൊടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം ശരിയായ ഭക്തൻ ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവനാണ്. അപ്പം ഇപ്പം നമുക്ക് ചെറിയൊരു ഭക്തികരം ഉണ്ടായിട്ടുണ്ട്, അത്രയേ. ഭാഗവതം കേട്ട് ഈ അമ്പലത്തിലിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ ഭക്തിയുടെ ഒരു ചെറിയ ഒരു തൈ ഇങ്ങനെ കുറേശ്ശങ്ങനെ മുളച്ചു വരുന്നുണ്ട്. അത്രയായിട്ടേ ഉള്ളൂ. അല്ല തിരുമേനി അത്രയായിട്ടേ ഉള്ളൂ. അല്ല 40-40 അതിനൊക്കെ സപ്താഹത്തൊക്കെ ഞാൻ പങ്കെടുത്തല്ലോ. 40 സപ്താഹത്തിൽ എണ്ണം കേട്ടിട്ടൊന്നും കാര്യമില്ല. 40 സപ്താഹത്തിൽ പങ്കെടുത്തു. എന്ത് കാര്യം? ഒരു കാര്യം ഉണ്ടാവില്ല. പരീക്ഷിത് ഒരു സപ്താഹമല്ലേ കേട്ടുള്ളൂ. ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുകയല്ല വേണ്ടത്, ആയിത്തീരുകയാണ് വേണ്ടത്. അപ്പോൾ അപൂർവം സുഹൃതികൾക്കാണ് ആയിത്തീരാൻ കഴിയുക. കോടിശ്വപി മഹാമുനെ എന്ന് പറയുന്നുണ്ട് പരീക്ഷിത്. ആരെപ്പറ്റി? വൃത്രാസുരനെ പറ്റി. കാരണം വൃത്രാസുരനെ പോലെ ആയിത്തീരാൻ കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കൊക്കെ സാധിക്കുകയില്ല. അത്രയും ഉയർന്ന ഒരു ഭക്തിയുടെ തലത്തിലാണ് ആര് നിൽക്കുന്നത്? ഭാഗവതത്തിലെ വൃത്രാസുരൻ നിൽക്കുന്നത്. അപ്പം നമുക്കൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കണം അല്ലേ, നീ ആയിത്തീരാൻ വേണ്ടി. നാഗപൃഷ്ടം വൈദ്യുതി പോയി. വൈദ്യുതി പോയാൽ അത് വരും അല്ലേ?
നാമം ജപിച്ചോളൂ. നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ വൃത്രാസുരനെ പോലെയുള്ള ഒരു ഏകാന്ത ഭക്തിയുള്ള ഒരാൾ ഭഗവാനിൽ നിന്ന് യാതൊന്നും ചോദിച്ചു വാങ്ങുകയില്ല. അതാണ് 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്നാൽ നാഗപൃഷ്ഠം, നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നൊരർത്ഥമുണ്ട് നാഗം. അപ്പോൾ നാഗപൃഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സ്വർഗത്തിലെ അധിപതിയായിരിക്കാൻ ആഗ്രഹമില്ല. വൃത്രാസുരൻ പറയാണ്. സാധാരണ ആരും സ്വീകരിക്കും അല്ലേ, സ്വർഗത്തിലെ അധിപതിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം പുറപ്പെട്ടു പോകാമെന്ന് പറയില്ലേ ഭഗവാനോട്. കാരണം ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ് ഏത്? പോസ്റ്റ് എന്ന് പറയില്ല, ഓരോരോ പോസ്റ്റ് അല്ലേ, ക്ലർക്കായി, ഡോക്ടറായി, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറായി, അതൊക്കെ കളക്ടറായി, ഇതൊക്കെ ഒരു പോസ്റ്റാണ് അതൊക്കെ. ഇതേപോലെ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ഏത്? ഇന്ദ്രൻ. ഒരു പോസ്റ്റിൻ്റെ പേരാണ് ഈ കലക്ടർ എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. കലക്ടർ ഇങ്ങനെ മാറി 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 വരുന്നത് പോലെ ഇന്ദ്രൻ മാറി മാറി വരും. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഭഗവാൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇന്ദ്രനാക്കി കൊടുക്കും. ഈ വൃത്രാസുരന്. വൃത്രാസുരൻ പറഞ്ഞാൽ മതി എനിക്ക് ദേവേന്ദ്രനാവണമെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ഭഗവാൻ എന്ത് ചെയ്യും? ആ വൃത്രാസുരന് ദേവേന്ദ്രനായാൽ നല്ല രസമാണ്. അവിടെ നല്ല ഇഷ്ടം പോലെ തിന്നാം, കുടിക്കാം, ഇഷ്ടം പോലെ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാം. അങ്ങനെയുള്ള ലോകമാണ് വൈകുണ്ഠലോകം. പക്ഷേ ഭക്തൻ പറയുന്നു എനിക്കത് വേണ്ട. എന്നാൽ നാഗപൃഷ്ഠം. നാഗപൃഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? സ്വർഗത്തിലെ സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. പറയാൻ കഴിയണ്ടേ? ഇത് ശ്ലോകം വായിക്കാൻ പണിയൊന്നുമില്ല. സംസ്കൃത ലിപി അറിയുന്നവനോ മലയാള ലിപി അറിയുന്നവനോ ഇതിങ്ങനെ വായിക്കാം. നാഗപൃഷ്ഠം ദയപാരമേഷ്ഠ്യം എന്നിങ്ങനെ വായിക്കാം. അത് വായിച്ചുകൊണ്ട് കാര്യമില്ല. വായിച്ചൊരു എന്താ കാര്യം? അപ്പോൾ സ്വാമിജി പറയാറുണ്ട്, വിവേകാനന്ദ സ്വാമിജി പറയാറുണ്ട്, റിലീജിയൻ ഈസ് ബീയിങ് ആൻഡ് ബിക്കമിങ്.
സ്വാമി ഇംഗ്ലീഷിലാണല്ലോ കുറേ എഴുതിയത്. റിലിജ്യൻ എന്ന് പറഞ്ഞാൽ, മതമെന്ന് പറഞ്ഞാൽ എന്തല്ല, കുറിയിടലല്ല, അല്ലെങ്കിൽ നമ്മളീ കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികളൊന്നുമല്ല മതം എന്ന് പറഞ്ഞാൽ. മതമെന്ന് പറഞ്ഞാൽ റിലിജ്യൻ ഈസ്, സ്വാമിജി പറയും, ബീയിങ് ആൻഡ് ബിക്കമിങ്, ആയിത്തീരുകയാണ്. ആയിത്തീരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം, അല്ലേ? റിലീജിയൻ ഈസ് ബീയിങ് ആൻഡ് ബിക്കമിങ്. അപ്പം നമ്മൾ എന്താണോ ഭാഗവതത്തിൽ പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പരിശ്രമം ഉണ്ടാകും. ആ പരിശ്രമം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു, നമ്മൾ ആ പറയുന്നതിൽ ബിലീവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബിക്കമിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആയിത്തീരലാണ്. അതിലെന്താണോ പറഞ്ഞത് അത് നമ്മൾ കൃത്യമായിട്ട് ആയിത്തീരാൻ കഴിയും. അപ്പോൾ മാത്രമേ അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും പറയാൻ പറ്റില്ല. അതിനെ ഭക്തിയെന്നൊന്നും പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളെപ്പറ്റി വിവേകാനന്ദൻ്റെ വല്ല ഗുണങ്ങളും നമുക്കുണ്ടോ എന്ന് ആലോചിക്കും. അതല്ലെങ്കിൽ ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ഈ അസുരൻ്റെ എന്തെങ്കിലും കുറച്ച് ഗുണങ്ങളെങ്കിലും നമുക്കുണ്ടോ? നമ്മളൊന്നും അസുരന്മാരല്ല, അല്ലേ? അല്ലല്ലോ. ചില മനുഷ്യന്മാരുടെ പ്രവൃത്തിയൊക്കെ ഞാൻ പത്രത്തിൽ വായിക്കുമ്പോൾ എനിക്ക് അവൻ അസുരന്മാരാണോ എന്ന് സംശയം തോന്നുന്നുണ്ട്. പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുമുണ്ട്, ജനാ അദ്യാസുരായന്തേ. പത്മപുരാണത്തിൽ ഒരു ശ്ലോകത്തിൽ പറയാണ്, കേട്ടോളൂ, ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ ആശയങ്ങളൊക്കെ പറഞ്ഞു തരാം, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാനിവിടെ ഇരുന്ന് പറയണ്ട. ജനാഹ, ജനങ്ങൾ, അദ്യ അസുരായന്തേ, ജനങ്ങൾ ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നാ, ഇന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ നടത്തും. ജനാ അദ്യ അസുരായന്തേ, ജനങ്ങളൊക്കെ ഇന്ന് അസുരന്മാരെ പോലെ മായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അസുരന്മാർക്ക് പല ദോഷചിന്തകളുണ്ടാവും. അപ്പം അങ്ങനെ ആയിത്തീർന്നു. എന്നിട്ടാണല്ലോ ഈ ഭാഗവതത്തിൽ ഇങ്ങനെ പല പല ആശയങ്ങളും. ജനാഹ അദ്യ അസുരായന്തേ ഷാഢ്യ ദുഷ്കർമ്മകാരിണ, അവർക്ക് എപ്പോഴും ഷാഢ്യമാണ്. ഷാഢ്യം എന്ന് പറഞ്ഞാൽ എന്താ, വാശിയാണ്. മനുഷ്യന്മാർ വാശി പിടിക്കണം കേട്ടോ, എനിക്ക് അങ്ങനെ തന്നെ വേണം, വാശിയാണ് ഈ ഷാഢ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഷാഢ്യ ദുഷ്കർമ്മകാരിണ, എന്നിട്ട് അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് വൃത്രാസുരൻ പറയാണ്, എനിക്കതൊന്നും വേണ്ട, നാഗപൃഷ്ഠം, എനിക്ക് സ്വർഗത്തിൽ പോയിട്ട് സ്വർഗത്തിലെ സുഖങ്ങളൊന്നും അനുഭവിക്കേണ്ട. എളുപ്പമൊന്നുമല്ല അങ്ങനെ പറയണേ. 1000 ജന്മം കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു പന്തലിലൊക്കെ ഇരിക്കുക, ഞാൻ ഭാഗവതം കേട്ടു എന്നൊക്കെ അങ്ങനെ അഭിമാനിക്കാം എന്നല്ലാതെ ഇതായിത്തീരുക എന്നുള്ളത് ഈശ്വര കൃപ കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഏത് ജീവൻ്റെ നേരെയാണോ ഈശ്വരൻ കൃപ ചൊരിയുന്നത് ആ ജീവന് മാത്രം ഈ ഒരവസ്ഥയിൽ എത്താൻ കഴിയും. വൃത്രാസുരന് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റി. നല്ല ശരീരമാണ് വൃത്രാസുരൻ. എന്തൊരു വലിപ്പാന്നറിയോ? ഈ വലിപ്പെന്നൊന്നും പറഞ്ഞാൽ പോരാ, എങ്ങനെയപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. വലിയൊരു മല പോലെയുണ്ട് ആര്? വൃത്രാസുരൻ. ശരീരം വലുതാണെങ്കിലും അതുപോലെ വലുതാണ് മനസ്സും, അതുപോലെ ഭക്തിയും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൃത്രാസുരൻ എന്ത് ചെയ്തു? വലിയ വായ കണ്ട് തുറന്നു. യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാവണം, ഇടയ്ക്കൊക്കെ വലിയ വലിയ വായ കണ്ട് തുറക്കുകയാണ്. വലിയ വായ. അപ്പോൾ ഈ അമ്പലമൊക്കെ വേണേൽ വൃത്രാസുരനെ സുഖമായിട്ട് വിഴുങ്ങാം. ഇപ്പോൾ വലിയൊരു അമ്പലമല്ലേ ഇപ്പം നമ്മളിവിടെ. ഞാനൊരു അമ്പലം കാണും, ഇത് കുറേ ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട് അല്ലേ, അമ്പലം എല്ലാം കൂടി. വൃത്രാസുരൻ ഇവിടെ വന്നാൽ ഇതൊന്നായിട്ട് വിഴുങ്ങും. ഒരു പ്രയാസമൊന്നുമില്ല. എത്ര വലിയൊരു 10,000 കെട്ടിടമൊക്കെ ഉണ്ടെങ്കിലും വൃത്രാസുരൻ എന്ത് ചെയ്യും? അതൊക്കെ വിഴുങ്ങും. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല, അത്ര വലിപ്പുണ്ട് വൃത്രാസുരൻ. അപ്പോൾ അത്രയും വലിയ വൃത്രാസുരൻ അത്ര വലിയ ശരീരമൊക്കെ ആയിട്ട് നല്ല ഭക്തനായിരുന്നു അല്ലേ? ഭക്തിയല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് വൃത്രാസുരൻ പറഞ്ഞു, എനിക്ക് എന്താ പാരമേഷ്ഠ്യം. ആ ശ്ലോകം നോക്കൂ, അതൊക്കെ ആ ശ്ലോകത്തിലുണ്ട്. പാരമേഷ്ഠ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമേഷ്ഠി, അതും ഒരു പോസ്റ്റാണ്. പരമേഷ്ഠി പറഞ്ഞാൽ ഒരു പോസ്റ്റ്, ഇറ്റ്സ് എ നെയിം ഓഫ് എ പോസ്റ്റ്. പരമേഷ്ഠി പറഞ്ഞാൽ എന്താ? ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലക്ടർ എന്നൊക്കെ പറയണല്ലേ, സ്കൂൾ ഹെഡ് മാഷ്, പ്രിൻസിപ്പൽ എന്നൊക്കെ പറയണല്ലേ, അതേപോലത്തെ ഒരു പോസ്റ്റിൻ്റെ പേരാണത് ഈ ബ്രഹ്മാവ്. അതാണ് ബ്രഹ്മാവ്. ഇങ്ങനെ മാറി 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 വരും. ഹെഡ് മാഷ് മാറി മാറി വരുമല്ലോ, എപ്പോഴും ഒരു ഹെഡ് മാഷല്ല. ഒരു ഹെഡ് മാഷ് പിരിഞ്ഞു, പുതിയ ഹെഡ് മാഷ് വന്നു, എത്ര ഹെഡ് മാഷന്മാരുണ്ടാവും. ഇതുപോലെയാണ് ഇതും. അപ്പോൾ എന്നാൽ നാഗപൃഷ്ഠം എന്ന് വെച്ചാൽ പാരമേഷ്ഠ്യം. എനിക്ക് പാരമേഷ്ഠ്യവും വേണ്ട, സാർവഭൗമവും വേണ്ട, ചക്രവർത്തിയാക്കാമെന്ന് പറഞ്ഞു ഭഗവാൻ. വൃത്രാസുര, അങ്ങയുടെ ഭക്തിയെ ഞാൻ സംപ്രീതനായിരിക്കുന്നു, എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ വൃത്രാസുരൻ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് അല്ലേ. എനിക്ക് സ്വർഗത്തിൽ പോവണ്ട, പരമേഷ്ഠിയാവണ്ട, ചക്രവർത്തിയാവണ്ട, രസാതലാദി ലോകങ്ങളുടെ ആധിപത്യമൊക്കെ ആരാ കൊതിക്കാത്തതല്ലേ? അയ്യയ്യയ്യ,
നിങ്ങളെന്താ ഞാൻ പറഞ്ഞ വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. രസാതലം മുതലായിരിക്കുന്ന ലോകങ്ങളുടെ ചക്രവർത്തിയാക്കി വാഴിക്കും ആരെ? വൃത്രാസുരനെ. ഭഗവാനെ കൊണ്ട് സാധിക്കും. നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും അത്യാഡംബരമായ ജീവിതമാണ് അവിടെയൊക്കെ ഉള്ളത്. നമുക്കൊന്ന് മനുഷ്യനെ ഇന്നും സങ്കല്പിക്കാൻ പോലും, സങ്കല്പിച്ചിട്ടല്ലേ ബാക്കി യാഥാർത്ഥ്യമാവുന്നതിൻ്റെ മുമ്പ് നമ്മളതിങ്ങനെ ഒരു കടലാസിലോ ഒരു ബോർഡിലോ എവിടെയെങ്കിലും നമ്മളത് വരച്ച് വയ്ക്കും അല്ലേ? നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ, വീട് ആദ്യം ഉണ്ടാവുകയല്ലോ, വീട് മേശൻ്റെ മുകളിൽ കടലാസിൽ ആദ്യം വരച്ച് വയ്ക്കും. അതാണ് വീടിൻ്റെ പ്ലാനാണ്. പിന്നീട് ആ പ്ലാൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൾക്കാർ എന്നിട്ട് വീട് വയ്ക്കുക. ഇതുപോലെ നമുക്ക് എന്ത് വേണം? വൃത്രാസുരൻ പറയുന്നു, നനാഗപൃഷ്ടം നജപാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവമ സമഞ്ജസത്വ വിരഹയ്യകാംക്ഷേ. എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ അധിപതിയാവണോ? വേണ്ട. എന്നാൽ പരമേഷ്ഠി പദാന്ത ബ്രഹ്മാവിൻ്റെ പദം വേണോ? ബ്രഹ്മാവ് വേണ്ട. പിന്നെ സാർവഭൗമം ചക്രവർത്തിയാവണോ? വേണ്ട. രസാധിപത്യം അതും വേണ്ട. എന്താ വേണ്ടത്? യോഗസിദ്ധി വേണം. അപ്പം കൊടുക്കും. ഭഗവാൻ വന്നിങ്ങനെ പ്രത്യക്ഷമായിട്ട് എന്തോത്രേ, ഭഗവാൻ യുദ്ധം കാണുന്നുണ്ട്. യുദ്ധം കാണുന്ന ഭഗവാന് വലിയ ഇഷ്ടമായി. കാരണം വൃത്രാസുരൻ യുദ്ധം ചെയ്യുമ്പോൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എന്താ ചെയ്യുക? നമ്മുടെ മാതിരിയല്ല. നമ്മൾ ഒഴിവ് കിട്ടിയാൽ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? മനുഷ്യന്മാർ ഒഴിവ് കിട്ടിയാൽ വെറുതെ അങ്ങോട്ട് ഇരിക്കും. ഒരു കാര്യം ഇന്നൊരു ഒഴിവ് ദിവസം വെറുതെ ഇരിക്കും. ചില ആൾക്കാർ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ ജോലിയിലൊന്നും ആയിരിക്കില്ല, വേറെന്തെങ്കിലും ശ്രദ്ധ. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വൃത്രാസുരനെ പോലെ ജീവിക്കാൻ പറ്റണില്ല. ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷമായി. വൃത്രാസുരൻ തന്നെ ഹരേ നാരായണ 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 ഹരേ നാരായണ. നാമം ജപിച്ചിട്ടാണ് ആരെ തല്ലുന്നത് യുദ്ധത്തിൽ. നല്ല രസം ഉണ്ടാവുമല്ലേ? നല്ല രസമുള്ള യുദ്ധമാണ്. വലിയ ഗതയുണ്ട് വൃത്രാസുരൻ്റെ കയ്യിൽ. ആ വലിയ ഗത, ഒരു വൃത്രാസുരന് ഇത്ര വലിപ്പമുണ്ടെങ്കിൽ ആ ഗതയ്ക്ക് എത്ര വലിപ്പം ഉണ്ടാവുമല്ലേ? വൃത്രാസുരൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞില്ലേ? എന്താ നിങ്ങൾ വിചാരിക്കണ അത്രയൊന്നുമല്ല. വൃത്രാസുരൻ വായ കൊണ്ട് നക്ഷത്രങ്ങളൊക്കെ നക്കി തിന്നും അത്രേ. ഇപ്പം നമ്മുടെ കയ്യിൽ ഊണൊക്കെ കഴിഞ്ഞാൽ പായസത്തിൻ്റെ ഒരു വറ്റുണ്ട് എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നല്ല സ്വാദുള്ള പായസത്താനെ നാവുകൊണ്ട് നക്കി തന്നില്ലേ? ഇതുപോലെ വൃത്രാസുരൻ സൂര്യനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളെ നമ്മൾ ഈ പായസത്തിൻ്റെ വറ്റ് വിരലുമെന്ന് തോണ്ടി ഇങ്ങനെ തിന്നണത് പോലെ എന്ത് ചെയ്യും? തിന്നും. സോ ഹൗ ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വലിപ്പം അല്ലേ? അത്രയും വലിപ്പമാണ് വൃത്രാസുരന്. ഇത് എന്തിനാ ഈ വൃത്രാസുരനെ ഇത്ര വലുതാക്കി വരച്ചത് എന്നറിയോ? ആർക്കെങ്കിലും അറിയാം എന്തിനാന്ന്? അതാണ് പുരാണവിദ്യാ സനാതനി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ കഥ അജ്ഞാനത്തിൻ്റെ കഥയാണ്. ആരുടെ കഥയാണ്? ജ്ഞാനത്തിൻ്റെ കഥയാണ്. അപ്പോൾ വൃത്രാസുരൻ എന്തിൻ്റെ പ്രതിനിധിയാണ്? അറിവില്ലായ്മയുടെ ഒരു സൂചകമാണ് വൃത്രാസുരൻ. അറിവില്ലായ്മ അത്രയും വലുതാണ് എന്ന്. ആരുടെ? വൃത്രാസുരൻ്റെ അല്ല, നമ്മളുടെ. എന്ത് കഷ്ടാ ഭഗവാനെ! വൃത്രാസുരൻ്റെ നല്ല മറുപടി പറയാം. നമ്മളുടെ അറിവില്ലായ്മ അത്രയും വലുതാണ് അല്ലേ? ഹിമാലയത്തേക്കാൾ വലിപ്പമാണ് നമ്മുടെ എന്തിന്? മനസ്സിലാവണില്ല അല്ലേ? അത് ഉറക്കം തൂങ്ങി. ഈ സമയത്തൊരു ഉറക്കം തൂങ്ങണ സമയമാണ്. സാരല്ലേ, ഉറക്കം തൂങ്ങി അങ്ങോട്ട് തൂങ്ങിക്കോളൂ. വീണാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റാണ്ട് നോക്കിയാൽ മതി. ഉറക്കം തൂങ്ങിയാൽ ഉറങ്ങുക, ഉറക്കം വന്നാൽ ഉറങ്ങുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ? അവരും ചെയ്യാൻ ദോഷമൊന്നുമില്ല. ചില എന്നോട് ചോദിക്കും, വായന കേൾക്കുമ്പോൾ ഉറങ്ങിയാൽ ഏത് നരകത്തിലാണ് പോവുക? എന്നോട് ചോദിക്കാറുണ്ട്. പേടിയാവുക ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞു, ഒരു നരകത്തിലും പോവില്ല. ഗുരുവായൂരപ്പൻ അറിയില്ലേ ഉറക്കം വന്നിട്ട് ഉറങ്ങുകയാണ്, കമലാക്ഷിയമ്മ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ, ഒരു ദോഷമൊന്നുമില്ല. ഭഗവാൻ പണി അടുത്ത് വന്ന് ഇങ്ങനെ വീശി തരും. നല്ലോണം ഉറങ്ങിക്കോളൂ, കമലാക്ഷിയും ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഉറങ്ങിയിട്ട്. ഈ ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഒരു എന്താ പറയുക, ബയോളജിക്കൽ പ്രോസസ്സാണ്. ഉറക്കം വന്നാൽ ഉറങ്ങിയാൽ മതി, വേറൊന്നും ചെയ്യാനില്ല. അതൊരു ദോഷമൊന്നുമല്ല കേട്ടോ, ഇനി പേടിക്കൊന്നും വേണ്ട. ഉറക്കം വരുമ്പോൾ നല്ലോണം ഉറങ്ങിക്കോളൂ. പക്ഷെ നിങ്ങളുടെ കൂർക്കം വലി മൈക്ക് കേൾക്കാൻ പാടില്ല.
അത്രയുള്ളൂ. ഇവിടെ അത്രയും ദൂരമാണ് ഈ മൈക്ക്. അതിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് യൂട്യൂബിലൊക്കെ ആരെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിലിങ്ങനെ ചിലപ്പോൾ അതൊക്കെ യൂട്യൂബിലേക്ക് പോകുമ്പോൾ ആൾക്കാരിങ്ങനെ കേൾക്കുമ്പോൾ കൂർക്കമ്പലി ഇങ്ങനെ കേൾക്കും. എന്താ അത് കമലാക്ഷിമേൻ്റെ കൂർക്കമ്പലി, അതൊരു അരോചകവും. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഉറങ്ങിക്കോളും. അപ്പോൾ ഇവിടെ എന്താ ഞാൻ പറഞ്ഞതെന്നറിയോ? എന്താ ഇപ്പോൾ പറഞ്ഞത് അവസാനം? ഇപ്പം എന്താ പറഞ്ഞത്? എന്താ ഇപ്പോൾ അവസാനം പറഞ്ഞത്? അറിവില്ലായ്മയ്ക്ക് അത്രയും വലിപ്പമുണ്ട് എന്നല്ല. കമലാക്ഷമ്മയുടെ കൂർക്കം വലി യൂട്യൂബിൽ കൂടെ വേറൊരാൾ കേൾക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ അവസാനം പറഞ്ഞത്. എന്താ നിങ്ങൾ ഈ ചോദ്യത്തിന് ശരിക്കും മറുപടി പറയാത്തത്? ആ കഥയൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ എന്തൊക്കെയാണ് പറയണതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ വൃത്രാസുരനെ ഇത്രയും വലിപ്പത്തിൽ വർണ്ണിക്കാൻ കാരണം വൃത്രാസുരൻ എന്തിനെ കാണിക്കുന്നു? മനുഷ്യൻ്റെ മനസ്സിലുള്ള അജ്ഞാനത്തിൻ്റെ ഒരു സൂചനയാണ്. അജ്ഞാനമാണ് വൃത്രാസുരൻ. അപ്പോൾ ദേവേന്ദ്രൻ വൃത്രാസുരനെ കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേ ധരിക്കണ്ടു? അജ്ഞാനത്തെ നശിപ്പിച്ചു. പക്ഷെ വെറുതെ അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിന് വല്ല രസം ഉണ്ടാവും. അങ്ങനെയാണ് ആകെ ഒരു വാക്യേ പറയാനുള്ളൂ. അജ്ഞാനത്തെ നശിപ്പിച്ചു. ദേവേന്ദ്രൻ അജ്ഞാനത്തെ നശിപ്പിച്ചു. എത്ര വാക്കായി? ദേവേന്ദ്രൻ അജ്ഞാനത്തെ നശിപ്പിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും പോവാം. അല്ല, ഇക്കൊല്ലത്തെ ആചാര്യൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് അയാൾ പറയാണ് എന്താണ്? ദേവേന്ദ്രൻ അജ്ഞാനത്തെ നശിപ്പിച്ചു. വൃത്രാസുര ചരിതം മുഴുവൻ കഴിഞ്ഞു, എല്ലാവരും പോയിക്കോളൂ. ഇങ്ങനെ എല്ലാ കഥയും ഓരോ വാക്യത്തിൽ പറയാൻ കഴിയും. പക്ഷേ എന്തുണ്ടാവില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല, നമുക്കൊന്നും രസിക്കാനും പറ്റില്ല. അപ്പോഴാണ് മഹർഷിമാരങ്ങനെ വന്നിട്ട് ആ മഹർഷിമാരെന്ത് ചെയ്തു? ആ ഒരു 3 വാക്ക്, ദേവേന്ദ്രൻ അജ്ഞാനത്തെ നശിപ്പിച്ചു, 3 വാക്കേ ഉള്ളൂ. വൃത്രാസുരൻ്റെ കഥ കഴിഞ്ഞു. അപ്പം അതെന്ത് ചെയ്തു? അതിനങ്ങനെ പൊലിപ്പിച്ച് അതിഗംഭീരമായ ഒരു പുരാണ കഥയായിട്ട് മാറിയില്ലേ? ഇങ്ങനെയാണ് പുരാണത്തിൽ കഥകൾ ഉണ്ടാവുന്നത്. ആശയം ആദ്യമേ തീരുമാനിക്കും, എന്നിട്ട് ആ ആശയത്തെ, ഈ ആശയം എവിടെ നിന്ന് കിട്ടും? അത് വേദങ്ങളിലുള്ളതാണ്. വേദങ്ങളിലുള്ള ആശയത്തെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ളവർക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കഥയുടെ രൂപത്തിലാക്കുകയാണ്. അപ്പം ഇത്രയും വലിപ്പമുണ്ടായിരുന്നു ആർക്ക്? വൃത്രാസുരന്. ഇതിനാ വൃത്രാസുരൻ എന്താ പറഞ്ഞത്? എന്ന സാർവഭൗമം എന്ന രസാധിപത്യം, എനിക്ക് ചക്രവർത്തി ആവണ്ട. ഭഗവാൻ പറഞ്ഞു, വൃത്രാസുര നിന്നെ ഞാൻ ചക്രവർത്തിയാക്കി തരാം. ഭഗവാനെ എനിക്ക് വേണ്ട. രസാതലാദി ലോകങ്ങളുടെ അധിപതിയാക്കി തരാം. അപ്പോഴും പറഞ്ഞു വേണ്ട. യോഗസിദ്ധി, നിനക്കനേകം യോഗസിദ്ധി ഇപ്പം തരാമെന്ന് പറഞ്ഞു ഭഗവാൻ. ഭഗവാൻ ഒരു നിമിഷം പോലും വേണ്ട ഈ വൃത്രാസുരന് അണിമ, മഹിമ, ലഘിമ ഇങ്ങനെയുള്ള ഒരുപാട് അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ വൃത്രാസുരന് കൊടുക്കാൻ ഭഗവാന് ഒരു നിമിഷം പോലും വേണ്ട. ഭഗവാൻ കൊടുക്കും. പക്ഷേ വൃത്രാസുരൻ കിട്ടുന്നതിന് മുമ്പേ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. എന്നാൽ ഭഗവാൻ പറഞ്ഞു, എന്നാലേ മോക്ഷം തരാം, അവിടെ ഇരുന്നോളൂ. അപ്പോഴും പറഞ്ഞു എന്ത്? അപുനർഭവം വാ. പുനർഭവം എന്ന് പറഞ്ഞാൽ അല്ലേ, അപുനർഭവം എന്ന് പറഞ്ഞാൽ എന്താ? പുനർഭവത്തിൻ്റെ വിപരീതം. എനിക്ക് മോക്ഷം വേണ്ട, ഒന്നും വേണ്ട എന്ന് ആര് പറയണത്? ഇത്തരം കഥകൾ വേണ്ടേ നമ്മൾ കേൾക്കാൻ? അപ്പം എനിക്ക് സ്വർഗത്തിലെ അധിപതിയാവണ്ട, ബ്രഹ്മാവാവേണ്ട, ചക്രവർത്തിയാവണ്ട, രസാതലാദി ലോകങ്ങളുടെ അധിപതിയാവണ്ട, അണിമാതി സിദ്ധികൾ വേണ്ട, എനിക്ക് മോക്ഷവും വേണ്ട. അവസാനം ഭഗവാൻ ഈ വൃത്രാസുരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അതെ ഞാൻ ചോദിക്കുന്നതൊക്കെ വേണ്ട 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 വേണ്ട, ഞാനിങ്ങനെ ചോദിക്കുക. വൃത്രാസുരൻ വേണ്ട വേണ്ട വേണ്ട. അതെ വൃത്രാസുരൻ എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ, എന്നാൽ പിന്നെ എനിക്ക് എളുപ്പമല്ലേ. അപ്പോൾ വൃത്രാസുരൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് വേണ്ടത് ഞാൻ പറയാം, എന്നാ പറഞ്ഞോളൂ. ആ ശ്ലോകത്തിൽ നോക്കിയാൽ കാണാം എന്താ വായിച്ചു. ആ ശ്ലോകത്തിലുണ്ട്, എല്ലാം ശ്ലോകത്തിലുണ്ട്. ഒന്നുകൂടി വായിക്കുക ശ്ലോകം. എവിടെ എത്തി നമ്മളിപ്പം? 24 വായിച്ചു, 25 വായിക്കണം. മോഹനമായ ശ്ലോകമാണ്. നാഗപൃഷ്ടം നജ പാരമേഷ്ട്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. സമഞ്ജസാന്ന് വിളിക്കുക. ആരെ? ഭഗവാനെ വിളിക്കുകയാണ്. സമഞ്ജസ ത്വാവിരഹയ്യ കാക്ഷേ. ത്വാവിരഹയ്യ, അങ്ങയല്ലാതെ എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് എന്ത് മാത്രം മതി. അതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഭഗവാനെയല്ലാതെ
എനിക്ക് വേറെ യാതൊന്നും വേണ്ടേ വേണ്ട. ഇതിനാണ് ശരിയായ ഉത്തമ ഭക്തി എന്ന് പറയും. അപ്പോൾ ഉത്തമ ഭക്തിയാണ് നമ്മൾ ആരോട് പ്രാർത്ഥിക്കേണ്ടത്? കലഞ്ഞൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത്. ഈ ഭക്തി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ 18-ാം പടി മാതിരിയാണ്. ഈ ശബരിമലയിലൊക്കെ പോയാൽ കണ്ടില്ലേ, സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് 1-ാമത്തെ പടി ചവിട്ടും അല്ലേ? ശരിക്കും എല്ലാ പടിയും സാവധാനത്തിൽ ചവിട്ടിപ്പോണമെന്ന പ്രമാണം. പക്ഷേ തിരക്കാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ? താഴെ നിൽക്കുമ്പോഴേക്കും നമ്മൾ മുകളിലെത്തിയിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ശരിക്ക് സാവധാനത്തിൽ സമയമൊക്കെ എടുത്ത് ഓരോരോ ഭക്തനും ഓരോരോ പടിയുടെ തത്വമൊക്കെ മനസ്സിലാക്കി മെല്ലെ 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 ചവിട്ടി കയറുകയാണ് വേണ്ടത് 18-ാം പടി. പക്ഷെ അങ്ങനെ ആർക്കും തരാവാറില്ല അല്ലേ? തിരക്കില്ലാത്തപ്പോൾ പോയാൽ അങ്ങനെയൊക്കെ തരാമോ? യാതൊരു തിരക്കും ഇല്ലാത്തപ്പോൾ ശബരിമലയ്ക്ക് പോയാൽ ഓരോരോ പടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചവിട്ടിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇതുപോലെ ഈ ഭക്തി എന്ന് പറയുന്നതിനുണ്ടെന്ത്? ഓരോരോ പടിയുണ്ട്. അപ്പോൾ ഓരോരോ പടിയായിട്ട് അങ്ങനെ കയറി 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 ആ ഭക്തിയുടെ സോപാനങ്ങളൊക്കെ ചവിട്ടിക്കയറി ഉയർന്ന ഏറ്റവും ഉന്നതമായ സോപാനത്തിലാണ് ഇപ്പോൾ ആരിയ്ക്കുന്നത്? വൃത്രാസുരൻ ഇരിക്കുന്നത്. എന്നിട്ട് വൃത്രാസുരൻ ഭഗവാനോട് പറയാണ്, നേരത്തെ പറഞ്ഞു ഭഗവാനെ കാണണമെന്നല്ലേ, എനിക്ക് ഭഗവാനെ മാത്രം മതി. പക്ഷേ ഭഗവാനെ കാണാനുള്ള ആ ഒരു എന്താ ഇതിന് മലയാളത്തിൽ പറയാം? ചിലപ്പോൾ ഈ മലയാള പദങ്ങൾ എവിടുന്നാ കിട്ടുക? എനിക്ക് മലയാളം അറിയില്ല. ഞാൻ ഈ മലയാള ഭാഷ ശരിക്കും പഠിച്ചിട്ടില്ല. സംസ്കൃതം ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഇപ്പം എന്താ പഠിച്ചത്? വാസ്തവത്തിൽ പറഞ്ഞ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഈ മലയാള പദം കിട്ടില്ല. അതിന് പറ്റിയൊരു മലയാള പദം വേണ്ടേ? അതായത് ഭക്തൻ്റെ മനസ്സിന് ഒരാശയുണ്ട്. എന്തിന്? ഭഗവാനെ കാണുന്നൊരാശയുണ്ട്. പക്ഷേ ആ ഒരു ആഗ്രഹത്തിന് എത്രത്തോളം എന്താ പറയുക, ഒരു തീവ്രത എന്ന് പറയില്ല. എന്താ പിന്നെ പറയാൻ ചോദിച്ചാൽ എനിക്ക് സംഗതിയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ അർത്ഥം കിട്ടുന്നൊരു പദം നിങ്ങളോട് പറഞ്ഞു തരണ്ടേ? എന്തെങ്കിലും പദങ്ങളുണ്ടാവും, ഭാഷയിൽ പദങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? മലയാള ഭാഷ വളരെ സമ്പന്നമാണ്. പക്ഷേ എനിക്ക് ആ പദം കിട്ടണില്ല. അതായത് ഭഗവാനെ കാണണമെന്നൊരു ആഗ്രഹം എവിടെയുണ്ട്? വൃത്രാസുരനുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ ഒരു തോത് അല്ലേ, ആഗ്രഹത്തിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയും. എത്രത്തോളം ആഗ്രഹമുണ്ട്, അതാണ് ഭഗവാനെ കാണാൻ വൃത്രാസുരൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിലെ അതിസുന്ദരമായ ശ്ലോകമാണ് ഇനി തൊട്ട് പിന്നാലെ വരുന്നത്. അതങ്ങോട്ട് വായിച്ചാൽ പിന്നെ നമുക്ക് തോന്നും ഒന്നും വേണ്ട എന്ന് നമുക്ക് തോന്നും. അപ്പം നമുക്ക് തോന്നില്ല ആ വൃത്രാസുരൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എപ്പോഴാണ് ഭഗവാനെ എത്ര ഭാഗവതം കേട്ടു, എത്ര നാരായണീയം വായിച്ചു, എത്ര അർച്ചനകൾ നടത്തി, ഭഗവാനെ നമസ്കരിച്ചു, ഏകാദശി നോച്ചു, പ്രായമാണെങ്കിൽ കൂടി വരിക, മുടിയുടെ നിറമൊക്കെ മാറി വരിക, കയ്യിലിപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, നടക്കുമ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ വേദനയാവുന്നുണ്ട്, വീഴുമെന്ന് ഇങ്ങനെ തോന്നുക, വീട്ടിലാണെങ്കിൽ ആരുമില്ല, ഇടയ്ക്കൊരു തലചുറ്റൽ വരുമ്പോൾ ഇങ്ങനെ തീർന്നോന്ന് ഇങ്ങനെ സംശയം തോന്നുക, എഴുന്നേറ്റൊരു ചായയൊക്കെ കുടിച്ചപ്പോൾ ഇല്ല, തീർന്നില്ല, ലേശോടി ആയുസ് ബാക്കിയുണ്ട് എന്ന് മനസ്സിലായി, മരുന്നൊക്കെ ഇങ്ങനെ കഴിയുക, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ലേ ആ ശരിക്കുള്ള ആ ഒരു എന്താ പറയുക, എനിക്കറിയില്ല ഇതെന്താ പറയുക, അതെങ്ങനെ ഇത് പണ്ട് ആശാൻ പറഞ്ഞൊരു ശ്ലോകം ഓർമ്മ വരികയാണ്. ആശാനെ അറിയില്ലേ? ഏതാശാൻ? സാക്ഷാൽ കുമാരനാശാൻ ഒരു ഏതോ അദ്ദേഹത്തിന് ഒരുപാട് കവിതകളുണ്ട്, വളരെ രസമുള്ള കവിതയല്ലേ. അപ്പോൾ കുമാരനാശാൻ്റെ ഏതോ ഒരു കവിതയിൽ ആശാൻ പറയുന്നുണ്ട് എന്താ, ഭാഷ പലപ്പോഴും എന്താവുന്നു, ആ ഭാഷ അങ്ങനെ എന്തോ ഒരു കഴിവ് കുറഞ്ഞു പോവുക ഭാഷ. ഇന്നു ഭാഷയത പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ. ഇന്നു ഭാഷയത് അപൂർണമാവണത് എന്താ കാരണം? വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. ഞാൻ എന്തേലും പദം വെച്ചാൽ ഞാൻ വിചാരിക്കണ അർത്ഥം കിട്ടണ്ടേ, ആശാൻ വിചാരിക്കുന്ന ഒരർത്ഥം ആ പദത്തിന് കിട്ടണ്ടേ. അപ്പം നല്ല ഉചിതമായ പദങ്ങളാണ് കുമാരനാശാനെ പോലുള്ള, ഉള്ളൂരിനെ പോലുള്ള, എഴുത്തച്ഛനെ പോലുള്ള കവികളൊക്കെ ഏറ്റവും സമുചിതമായ പദമാണ് കവിതയിൽ വയ്ക്കുക. അപ്പം അങ്ങനെ കവിതയിലൊരു പദം വയ്ക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്നു ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപൊം പിഴയുമർത്ഥശങ്കയാൽ. കാരണം
അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മുമ്പത്തെ വരിയിൽ എന്ത്, തന്നതില്ല പരനുള്ളു കട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ. പിന്നീടാണ് പറയണത്, എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയണമെങ്കിൽ ഭാഷ മാത്രമേ ഉള്ളൂ, പക്ഷേ ഭാഷയിൽ ചിലപ്പോൾ അതിന് പറ്റിയ പദങ്ങൾ ഉണ്ടാവണില്ല. ഇതുപോലെ ഇവിടെ എന്താണിത് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാൻ കഴിയില്ല എന്നാ പറയും. ആ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. അജാതപക്ഷ ഇവ മാതരം ഖഗാ സ്തന്യയഥാ വത്സതരാക്ഷുധാർത്താൻ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. നേരത്തെ പറഞ്ഞു എനിക്ക് ഭഗവാനെ കാണണം. ആ ഭഗവാനെ കാണാനുള്ള ഒരു ദിദൃക്ഷ, ദിദൃക്ഷ പറഞ്ഞാൽ കാണാനുള്ള ആഗ്രഹം ആരെത്രത്തോളം ഉണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ വൃത്രാസുരൻ പറയുന്നത്. നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം എന്താ നോക്കാം. അജാതപക്ഷ ഇവ മാതരം ഖഗാഹ. ഖഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷികൾ. മാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ, മാതാ അമ്മ, മാതരം അമ്മയെ. അജാതപക്ഷ ഇവ മാതരം ഖഗ. ജാതപക്ഷം, പക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷം ചിറക്, അറിയാമല്ലേ? ആ, നിങ്ങൾ എന്നെക്കാളും കേമന്മാരായിട്ട് ഭാഷ പറയുന്നുണ്ടല്ലോ. പക്ഷം ചിറക്. ജാതപക്ഷം, ജാതം പറഞ്ഞാൽ ഉണ്ടായി. ഇപ്പം ജാതപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുണ്ടായി അല്ലേ? അല്ലേ? ആ, ജാതപക്ഷം എന്ന് പറഞ്ഞാൽ ചിറകുണ്ടായത് എന്നർത്ഥം. അതിൻ്റെ വിപരീതമാണ് ആ എന്ന് കൂട്ടിയ വിപരീതം കിട്ടും. അജാതം എന്ന് വെച്ചാൽ ഉണ്ടായില്ല. എന്തുണ്ടായില്ല? ചിറകുണ്ടായില്ല. ആർക്ക്? പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക്. പക്ഷിക്കല്ല, ഈ പക്ഷിയുടെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. എവിടെ? കൂട്ടിലായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ കൂട്ടിൽ പക്ഷിയുടെ, ഏതോ ഒരു പക്ഷിയുടെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. തള്ളപ്പക്ഷിക്ക് വലിയ വലിയ ചിറകൊക്കെ ഉണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായിട്ട് കുറച്ചായിട്ടുള്ളത് ചിറകൊന്നും മുളച്ചിട്ടില്ല എന്നർത്ഥം. അപ്പം ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട്ടിലിരിക്കുകയാണ്. അമ്മ എങ്ങടോ പോയതാ, ആഹാരത്തിന് പോയതാവൂല്ലേ, കുറേ നേരമായി പോയിട്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് എന്താ ആഗ്രഹം ഉണ്ടാവുക? ആ ചെറിയ, കണ്ടിട്ടില്ലേ കിളിക്കുഞ്ഞുങ്ങളെ കാണണം. അവർക്ക് ആരുമില്ല. നമ്മളാരെയും കൊണ്ടുപോയി കൊടുക്കുമോ? ആര് കൊടുക്കാൻ? ആ ചെറിയ കിളിക്കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണണം, അമ്മയെ കാണണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിങ്ങനെ അങ്ങനെ എന്താ പറയുക, അതിനാണ് ഞാൻ വാക്കില്ല എന്ന് പറഞ്ഞത്. അതിങ്ങനെ പിടയ്ക്കാന്നോ? അമ്മയെ കാണണം എന്നിങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് പിടയ്ക്കില്ലേ? വൃത്രാസുരൻ പറയാൻ, എൻ്റെ ഭഗവാനെ, എനിക്ക് അതുപോലെ എൻ്റെ മനസ്സ് ഭഗവാനെ കാണാൻ വേണ്ടി പിടയ്ക്കുകയാണ്. ആ, അപ്പോഴാക്കി വാക്ക് കിട്ടി, പിടയ്ക്കലന്നെ. മലയാളത്തിൽ ഇപ്പോൾ ഒരു വാക്ക് കിട്ടി. എന്താ അത്? ഭഗവാനെ കാണാൻ വേണ്ടി മനസ്സിങ്ങനെ അങ്ങനെ എന്താ പറയുക, പെട്ടയ്ക്കണമെന്ന്. എവിടെ പെട്ടയ്ക്കുക? ഈ മീനിനെയൊക്കെ കണ്ടില്ലേ, ഈ വെള്ളത്തിൽ നിന്ന് കൊണ്ട് പിടിച്ചും കിട്ടാൻ എന്താ നിങ്ങൾ പറയുക പത്തനംതിട്ടക്കാർ? മീനിങ്ങനെ അങ്ങനെ ആ, അത് തന്നെ പെട്ടയ്ക്കുക. അതന്നെ വാക്ക്, ഇനി വേറെ വാക്ക് മലയാളത്തിൽ അതന്നെ. അപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി വൃത്രാസുരൻ്റെ ആ മനസ്സ പെട്ടയ്ക്കണ മീനിനെ മാതിരി. ആ മീന് വെള്ളത്തിലേക്ക് പോകണത്, വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഈ കിളിക്കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണുകയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ അവർക്ക് വേറൊന്നും വേണ്ട. അതാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് കിളിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും കാര്യമില്ല. ആ കിളിക്കുഞ്ഞുങ്ങൾക്ക്, അതാണ് അർത്ഥം പറഞ്ഞിരിക്കും. എന്തൊക്കെയോ വേണ്ടാന്ന് പറഞ്ഞില്ലേ? കിളിക്കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കണ്ടാൽ മതി. ആ കിളിക്കുഞ്ഞുങ്ങളുടെ ഒരു ഭാവം എവിടെ വരണം? നമ്മുടെ മനസ്സിൽ വരണം. ഇപ്പോൾ വൃത്രാസുരന് തോന്നിയതിനെ ആ ഉപമയ്ക്ക് എന്തോ ഒരു ശക്തി കുറഞ്ഞു എന്ന്. അതിനേക്കാൾ വൃത്രാസുരൻ എന്തിനാഗ്രഹിക്കുന്നുണ്ട്? ഭഗവാനെ കാണാൻ ആഗ്രഹിക്കണം. അപ്പോൾ വേറൊരു ഉപമ പറയുകയാണ്. അതെന്താ? അടുത്ത് വായിച്ചു നോക്കൂ. അജാതപക്ഷ ഇവ മാതരം ഖഗ സ്തന്യയഥാ വത്സതരാ ക്ഷുധാർത്ഥ. വിശന്ന് പൊരിയുന്ന ഒരു പശുക്കുട്ടി. ആ പശുക്കുട്ടിക്ക് എന്ത് വേണം? അമ്മയുടെ അകത്ത് പോയിട്ട് പാല് കുടിക്കണ്ടേ? എന്നാൽ അതിനായിട്ട് കുടിക്കരുതോ? അതിന് കുടിക്കാൻ പറ്റണില്ല. ആ പശുക്കുട്ടിക്ക് എന്തോ കാരണം കൊണ്ട് അമ്മയുടെ അകത്ത് പോയിട്ട് പാല് കിട്ടണേയില്ല. എനിക്ക് തോന്നുന്നത് കെട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ? ഇവിടെ കെട്ടിട്ടു എന്നൊന്നും ഇവിടെ പറയണില്ല. പക്ഷേ ആ ഒരു പശുക്കുട്ടിക്ക് വിശന്നിട്ട് വയ്യ. ക്ഷുധാർത്താഹ, വിശപ്പ് കൊണ്ട് അതങ്ങനെ വിശന്നിട്ട് അത് എന്തോ ഒരവസ്ഥ. അപ്പോൾ അതിനെന്താ വേണ്ടത്? അതിനാ തള്ളപ്പശുവിൻ്റെ അകത്ത് പോയിട്ട് പാല് കുടിക്കുകയല്ലാതെ ആ പശുക്കുട്ടിക്ക് വേറെ ഒന്നും വേണ്ട. അതാണ് ഭാവം അല്ലേ?
അങ്ങനെ ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അപ്പോഴും വൃത്രാസുരന് തോന്നിയത്രേ അതിനൊരു ശക്തി പോരാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുമാരനാശാൻ്റെ കഥ. എങ്ങനെയാണ് ഇതിപ്പം അങ്ങോട്ട് ഒരു വാക്കുകൊണ്ട് പറയാ ചോദിച്ചാൽ അതിന് വാക്ക് കിട്ടണില്ല, ഇതിന് വാക്കില്ല. കാരണം ബ്രഹ്മത്തെ പറ്റി അങ്ങോട്ട് പറയാൻ പുറപ്പെടുമ്പോൾ എന്താണ്, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസ, വാക്കുകൾ കിട്ടില്ല. ഭക്തൻ്റെ കഥ അങ്ങനെയാണ്. ഈ ഭാവത്തെ വാക്കുകളെ കൊണ്ട് പറയാൻ സാധ്യമല്ല. പിന്നെ അവന് ഉപമ പറയാനല്ലേ പറ്റുള്ളൂ. വേറൊരു ഉപമ പറഞ്ഞാൽ എന്താ, അടുത്തതാണ് ഗംഭീരമായ ഉപമ. അന്ന് വായിച്ചു നോക്കൂ. ഇതുപോലൊരു ഉപമ നമുക്കിനി എവിടെയാ കിട്ടുക അല്ലേ? അടുത്തതെന്താ വായിച്ചു നോക്കൂ. ഇപ്പം എന്തൊക്കെ വായിച്ചു? അജാതപക്ഷ ഇവമാതരം ഖഗ സ്തന്യയഥ വത്സധരാക്ഷുതാർത്ഥ, അത് രണ്ടും വായിച്ചു. പിന്നെ എന്താ, അതാണ് ഏറ്റവും ഗംഭീരമായത്. ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു പദപ്രയോഗം എവിടെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ. എന്താ അർത്ഥം? പ്രിയം പ്രിയാ ഇവ. പ്രിയ എന്ന് പറഞ്ഞാൽ പ്രിയ, പ്രിയം എന്ന് പറഞ്ഞാൽ പ്രിയനെ. അങ്ങനെയല്ലേ? നോക്കൂ, അങ്ങനെ തന്നെയല്ലേ? പ്രിയം പ്രിയാ ഇവ. പ്രിയാ ഇവ ചേരുമ്പോഴാണ് പ്രിയേവ എന്നാവുക. പ്രിയ എന്ന് പറഞ്ഞാൽ ഭാര്യ, പ്രിയൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്. എന്നാൽ തിരുമേനി അങ്ങനെ പറയൂ, പ്രിയ പ്രിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഭാര്യ ആരെ കാത്തിരിക്കുകയാണ്? ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. അതെങ്ങനത്തെ ഭാര്യ? വ്യുഷിതം വിഷണ്ണ. ഇന്നത്തെ കാലത്താവില്ല കേട്ടോ. ഇന്നത്തെ കാലത്തൊരു ഭാര്യയുടെ കഥയല്ല അതെന്ന് മനസ്സിലാവും. ഇന്നത്തെ കാലത്തൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയല്ല. കാരണം ഈ ഭാഗവതം എഴുതിയത് ഏതോ കാലത്തല്ലേ അല്ലേ? ആ കാലത്ത് ഇന്നത്തെ മാതിരി ഒന്നല്ലല്ലോ അല്ലേ? ഏതോ പഴയ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ ഭർത്താവ് വിദേശത്ത് പോയിരിക്കുകയാണ്. വിദേശത്തന്നും പോവാമല്ലോ, ഭർത്താവ് എവിടേക്ക് പോയി? വിദേശത്ത് പോയി. ഭാര്യ നാട്ടിലിങ്ങനെ കാത്തിരിക്കുക. കുറേ ദിവസമായി പോയിട്ട്, കുറേ മാസങ്ങളായി, കുറേ കൊല്ലങ്ങളായി, കാണാനില്ല. അതാ ഞാൻ പറഞ്ഞത്, അന്നത്തെ ഭാര്യയും ഭർത്താവ് പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ആ ഭാര്യയ്ക്ക് ഒരു മാർഗവുമില്ല. ഭർത്താവിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ ഒരു മാർഗവുമില്ല അക്കാലത്ത്. പതിവ്രതാരത്നമാണ് ആര്? ആ സ്ത്രീ. അത് മനസ്സിലാക്കണം. പതിവ്രതാരത്നമായിരിക്കുന്ന ഒരു പരിശുദ്ധയായ ഒരു സ്ത്രീ. നല്ല ഇഷ്ടമാണ് ഭർത്താവിനെ. പക്ഷേ വിവരങ്ങളൊന്നും കിട്ടണില്ല. ആ ഭർത്താവിനെ കാണാൻ വേണ്ടി ആ സ്ത്രീയുടെ മനസ്സ് അങ്ങനെ എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയുക, അങ്ങനെ പിടയ്ക്കാൻ എന്താ സ്ത്രീകളോട് വേണ്ട ഞാൻ ചോദിച്ചു. നിങ്ങളെപ്പോഴേക്ക് പറഞ്ഞതാ, നിങ്ങൾക്കല്ലേ ഭാര്യയാവാൻ? എനിക്ക് ഭാര്യയാവാൻ പറ്റില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ ഒരു ഭർത്താവാം എന്നല്ലാതെ എനിക്ക് ഭാര്യയാവാൻ കഴിയില്ല. അപ്പം ഞാൻ നിങ്ങളെ എപ്പോഴെങ്കിലും പറഞ്ഞു തന്നാൽ മതി, എന്താണ് ആ ഭാവമെന്ന് എനിക്ക് അറിയില്ല. ഭർത്താവിനെ അങ്ങനെ കാണാതിരിക്കുമ്പോൾ ആ ഭർത്താവിനെ കാണാൻ വേണ്ടി നല്ല പതിവ്രതയായ ഒരു സ്ത്രീയുടെ മനസ്സിങ്ങനെ തുടിക്കുക എന്നൊന്താ പറയുക, തുടിക്കും അല്ലേ? തുടിക്കും. അങ്ങനെ എനിക്ക് വൃത്രാസുരൻ പറയണം, എനിക്ക് ഭഗവാനെ കാണാൻ വേണ്ടി എൻ്റെ ഹൃദയം അങ്ങനെ ഭഗവാനെ അവിടെ നിന്ന് വാക്കുകൾ കിട്ടണില്ല. എന്താ പറയുക അല്ലേ? ആണ് ഭാഗവതം നമ്മൾ വിചാരിക്കണ പോലെയല്ല. അതിൽ ആ ഭക്തൻ്റെ ആ നിരവധി ഭാവങ്ങൾ എങ്ങനെയാണ് വേദവ്യാസ മഹർഷി പറയണതല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹരേ നാരായണ 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 ഹരേ നാരായണ. നാമം ജപിച്ച് സാധനകൾ ചെയ്തിട്ട് വേണം അത്തരത്തിലുള്ള ഭക്തി സമ്പാദിക്കാൻ എന്നാണ് വൃത്രാസുരൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നേരായില്ലേ? 4 ശ്ലോകം വായിച്ചപ്പോഴേക്കും നേരത്രയെന്ന വിചാരം 4. അങ്ങനെയാണ് 8 ശ്ലോകം വായിച്ചാൽ നേരത്രയാവും. അത് കൂട്ടാൻ പറ്റില്ല അല്ലേ? അങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇത്ര നല്ല ഭക്തനായിരുന്നു വൃത്രാസുരൻ എന്നെങ്കിലും മനസ്സിലായല്ലോ അല്ലേ? വളരെ നല്ല ഭക്തനായിരുന്നു വൃത്രാസുരൻ എന്നെങ്കിലും നമുക്ക് മനസ്സിലായി. ഇനി നമ്മളിവിടെ നിന്ന് മെല്ലെ എഴുന്നേൽക്കുന്നു.
എന്നിട്ട് ചായയോ വല്ലതും ഉണ്ടെന്ന് കഴിച്ചു വരിക, എന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. വന്നു കഴിഞ്ഞാൽ നമുക്കിനി പലതവണ പറഞ്ഞു നരസിംഹാവതാരം മുതലായ പ്രഹ്ലാദചരിതം മുതലായ കഥകളൊക്കെയാണ് കേൾക്കാനുള്ളത്. ഭഗവാൻ നമുക്ക് വേണ്ട രീതിയിൽ ആ കഥകളൊക്കെ പറയാനും അത് കേൾക്കാനൊക്കെ സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ